അയ്യോ വണക്കം. അങ്ങനെ ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പം നമ്മുടെ മമതാ ബാനർജിയുടെ കാര്യം എന്ന് പറയുന്നത്. മമതാ ബാനർജി ഇറങ്ങിക്കഴിഞ്ഞു. മമതാ ബാനർജി കോട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ജയിലറിലെ മുത്തുവേൽ പാണ്ഡ്യനെ പോലെ അലപ്പറക്കെലപ്പുറോ തപ്പാറിട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പം എന്ത് പറ്റിയടാ നിൻ്റെയൊക്കെ അണ്ണാക്കിലെ പിരി ഇറങ്ങിപ്പോയാ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നില്ല. സംഭവം മമതാ ബാനർജിയെ ചവിട്ടിക്കൂട്ടി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. മമതാ ബാനർജി കോട്ടെടുത്തിട്ട് കഴിഞ്ഞു, ഇനി മോദി ഉറങ്ങില്ല എന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഓരോരോ കാർഡൊക്കെ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും മമതാ ബാനർജി അങ്ങനെ കോടതിയിലേക്ക് കയറി ചെന്ന ശേഷം മമതാ ബാനർജി അവിടെ ഒരു ഉഗ്രൻ രാഷ്ട്രീയ പ്രസംഗം നടത്തി. ആ രാഷ്ട്രീയ പ്രസംഗം നടത്തിയ ശേഷം ജഡ്ജി ഇങ്ങനെ തലേ കൈവച്ചിട്ട് പറഞ്ഞു, ദീദി ഒരു കാര്യം ചെയ്യും, ദീദി അങ്ങോട്ട് മാറിയിരിക്കും, ദീദിയുടെ വക്കീലുണ്ടല്ലോ, വക്കീൽ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞു കഴിഞ്ഞ ശേഷം മമതാ ബാനർജി നിർത്തുന്നില്ല. ഈ മമതാ ബാനർജി എന്ന് പറയുന്ന മറുതയാണെങ്കിൽ ഇങ്ങനെ കിടന്ന് വളു എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും കോടതി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം ചെയ്യും. അവരെന്താണെന്ന് വെച്ചാൽ പറയുന്നത് അത് നോക്കിയും കണ്ടൊക്കെ ചെയ്യൂ. അവർ പറയുന്നത് ചില പേരുകൾ, അതിലെ ചില സ്പെല്ലിങ്, അതായത് ദത്ത DATTA എന്ന് പറയുന്ന പേര്, ആ പേര് DUTTA ആയിക്കഴിഞ്ഞാൽ പോലും ഇലക്ഷൻ കമ്മീഷൻ അവരെ SIR നിന്ന് പുറത്താക്കുന്നു യുവർ ഓണർ എന്നാണ് പറയുന്നത്. നിങ്ങളിത് നോക്കിയും കണ്ടൊന്ന് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആശ്വസിച്ചു, ആർക്കും തിരിച്ചടിയില്ല, സമാസമയം ടൈ ആയിട്ട് നിൽക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ SIRൽ 70 ലക്ഷത്തിലധികം പേരാണ് ബംഗാളിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നമ്മൾ ഈ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു. ദാണ്ട ഇതാണ് ആ മാപ്പ്. ഇതിൽ ദാണ്ട ഈ നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ആ ഒരു അതിർത്തിയിൽ കിടക്കുന്ന ബംഗ്ലാദേശിലെ സമ്പൂർണ്ണമായിട്ടുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ, മണ്ഡലങ്ങൾ പച്ചയടിച്ച് കിടക്കുന്നുണ്ടല്ലോ. ഇത് ഹരിതാവേം പച്ചപ്പൊന്നുമല്ല. അതായത് ജമാഅത്തെ ഇസ്ലാമി ജയിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി മൈ ഡിയർ ഫ്രണ്ട്സ് ആണ് ഇങ്ങോട്ടേക്ക് ചാടി ഇന്ത്യയിലേക്ക് കയറുന്നത്. ഉൾഫയായിട്ടും ഭീകരവാദികളായിട്ടൊക്കെ ഇവന്മാർ ഇന്ത്യയിലേക്ക് ചാടി കയറുന്നു. ഇവന്മാർ അവിടെ നിന്നും നമ്മുടെ രാജ്യത്ത് പല പല കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ബംഗാൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവന്മാരെ എല്ലാം ഒന്നും നോക്കണ്ട, അവിടെ നിന്ന് ചവിട്ടി നട്ടലൊടിച്ച് എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടേ മതിയാകൂ. അത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് കൃത്യമായി നമ്മുടെ നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ SIR കൊണ്ടുവന്നു, പൗരത്വ നിയമം കൊണ്ടുവന്നു, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. SIR വഴി ഇവന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കുന്നു. പുറത്താകാത്തവന്മാർ പുറത്താകാൻ പേടിച്ച് എന്ത് ചെയ്യുന്നു? സ്വയം വെടിവെച്ച് ചാവുന്നു എന്ന് പറയുന്ന പോലെ അവന്മാർ കൂടും കയറുന്ന നേരെ സ്ഥലം വിടുന്നു. അപ്പോഴും നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു? അനിയന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ പിടിച്ച് ഡിറ്റൻഷൻ സെൻറ്ററിലാക്കുന്നു. നീ പോകുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് വല്ലതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, വല്ല കൊള്ളിവെപ്പും കൊലപാതകവും ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് അന്വേഷിക്കണമല്ലോ. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവന്മാരാണ്. ഇവന്മാരില്ലെങ്കിൽ മമത തീർന്ന്. അപ്പം മമത എന്ത് പറഞ്ഞു? SIR നിർത്തിവയ്ക്കണം യുവർ ഓണർ എന്ന് വന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം കോടതി പറഞ്ഞു, മമതാജി SIR നിർത്തിവെക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം മമതാജി ഉദ്യോഗസ്ഥരെ വിട്ടു തരുന്നില്ലല്ലോ, അതുകൊണ്ട് ജഡ്ജിമാരെ അയക്കാം, അവർ മേൽനോട്ടം വഹിക്കട്ടെ. തേഞ്ഞു എന്നാണ് മമത ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ലഘൂകരിച്ച് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിൽ ഒരു ഉഴപ്പൻ ചെറുക്കനുണ്ട്. എന്താണ് ഉഴപ്പൻ ചെറുക്കൻ? ഒരു വഹയും പഠിക്കില്ല, മൊത്തം അലമുണ്ടാക്കി നടക്കുന്ന ഈ ചെറുക്കൻ ഒരു പരീക്ഷാ ഹാളിൽ എക്സാം നടക്കുമ്പോൾ ടീച്ചർ ഇവൻ എന്നെ നോക്കി കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു. ടീച്ചർ ഇവനെ ഒന്നും എഴുതുന്നില്ല, ഇവൻ ടീച്ചറിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇവൻ ആ ഗ്യാപ്പിൽ തുണ്ട് വെളിയിലെടുത്തിട്ട് തുറന്നു വെച്ചതാണ്. ടീച്ചർ വിചാരിക്കും, എത്ര മാന്യനായ ചെക്കൻ, അവൻ എന്ത് ഭംഗിയായിട്ടാണ് പഠിച്ചെഴുതാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന നീ അവനെ നോക്കി കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നോടാ അലവലാതി എന്നായിരിക്കും ടീച്ചർ മനസ്സിൽ വിചാരിക്കുന്നത്. ടീച്ചർ ഇവനെ പിന്നെ ശ്രദ്ധിക്കില്ല. ഇവൻ ലോക ഉഴപ്പനായിരിക്കും. ഇവൻ്റെ ഷഡ്ഡിയുടെ ഇടയിലിരിക്കുന്ന 2 തുണ്ടെടുക്കാനായിരിക്കും ഇവൻ ഈ വെപ്രാളവും ഈ ഡ്രാമയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവഴി പോയ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും? മക്കളെ, നിന്നെ അവൻ എഴുതാൻ സമ്മതിക്കില്ലടാ പരീക്ഷ, നീ ഒരു കാര്യം ചെയ്യും, സ്വസ്ഥമായിട്ട് എഴുതിക്കോ, പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വന്നിരുന്ന് എൻ്റെ അടുത്തിരുന്ന് എഴുതിക്കോ എന്ന് പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഇപ്പം മമതാ ബാനർജിക്ക് അടിച്ചു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, ജഡ്ജിമാരെ ഇറക്കാം. നമ്മൾ ജഡ്ജിമാരെ മൊത്തത്തിൽ ഇറക്കി SIR മൊത്തം കലക്കി കയ്യിൽ തരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മമതാ ബാനർജിക്ക് ഇനിയിപ്പോൾ SIRൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് BJP ആണ് അതിന് ഉത്തരവാദി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ജഡ്ജിമാരാണ് ഉത്തരവാദി എന്ന് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ പറഞ്ഞ ആ പീസ് പൂട്ടും. അതും മമതാ ബാനർജിക്ക് കൃത്യമായിട്ടറിയാം. മമതാ ബാനർജിക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് മമത പെട്ടു എന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു നിലപാടെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ഇപ്പോൾ മിണ്ടുന്നില്ല. മമത ഇറങ്ങിയ സ്പീഡിൽ തന്നെ മമത തിരിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നാലും പലവിധ തടസ്സവാദങ്ങളാണ് മമതാ ബാനർജി ഉന്നയിച്ചത് SIR നിർത്തിവയ്പ്പിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ. പക്ഷേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്
കൃത്യമായിട്ട് നിലപാടെടുത്തു എന്ന് പറഞ്ഞ് ദീദി ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ ജഡ്ജിമാരെ വിട്ടുതരാം, ഇവന്മാർ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊനഷ്ട കാണിക്കുന്നുണ്ടോ നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജിമാരെ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യകാന്ത്. SIR പൂർത്തിയാക്കിയേ പറ്റുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബംഗാൾ സർക്കാരും തമ്മിൽ പരസ്പര വിശ്വാസതയില്ലാത്ത സാഹചര്യത്തിൽ ജഡ്ജിമാരെ SIR പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ നിയമിക്കാമെന്നും സൂര്യകാന്ത് അധ്യക്ഷനായ 3 അംഗ സുപ്രീം കോടതി ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം SIR പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ദീദി അതിന് സമ്മതിക്കണം ദീദി എന്നാണ് കൃത്യമായി സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമയാസമയങ്ങളിൽ ഇടക്കാല ഉത്തരവുകൾ ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടിക്കടി കാണുമ്പോൾ മനസ്സിലാകുന്നത് ബംഗാൾ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ പരസ്പരം വിശ്വാസക്കുറവുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിശ്വാസക്കുറവ് പരിഹരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാം, ജഡ്ജികളെ ഇറക്കാം ദീദി എന്നാണ് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. SIR പ്രക്രിയ നിരീക്ഷിക്കാനുള്ള ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർമാരായി ജഡ്ജിമാരെ നിയമിക്കാം, ഡോൺ വെറി മമതാ ബാനർജി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർമാരായി ജോലി ചെയ്യാൻ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൽ നിലവാരമുള്ള ഗ്രൂപ്പ് ബി ഓഫീസർമാരെ മമതാ ബാനർജി നൽകാത്ത സാഹചര്യത്തിലാണ് ഇതിനായി ജഡ്ജിമാരെ നിയമിക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ബംഗാളിൽ നിന്ന് എല്ലാത്തിനും അടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ മമത ആരെ പേര് പറയും? BJP ആണ് നടത്തിയെന്ന് പറയുമോ? അല്ല. ആരെ പേര് പറയും? സംഘപരിവാറാണ് നടത്തിയെന്ന് പറയുമോ? അല്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ജഡ്ജിമാരെ നേരിട്ടിറക്കി അവരുടെ മേൽനോട്ടത്തിൽ നടന്ന SIR ഇത്രയധികം പേര് പുറത്തു പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത തവണ മമതാ ബാനർജി എങ്ങനെയെങ്കിലും തോക്കുകയോ ജയിക്കുകയോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ഇത് ഫാസിസമാണ് എന്ന് പറയാനുള്ളൊരു സാഹചര്യം പോലും കൊടുക്കാതെയാണ് അടിച്ചൊതുക്കി ചാക്കി കെട്ടിയിരിക്കുന്നത്. ഇതിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ നല്ല ക്ലാസിക് തേൽ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് തേഞ്ഞ് പണ്ടോടെ ഉടങ്ങിപ്പോയിരിക്കുകയാണ് മമതാ ബാനർജി. നമ്മുടെ കേരള സ്റ്റോറി ഇപ്പോൾ അറിയാമല്ലോ, വിവാദമൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നിൽ വളരെയധികം വാചാലരായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത ഈ നമ്മുടെ ചാക്കോ മാഷിൻ്റെ 10 പവൻ്റെ കൂട്ടത്തിൽ ഈ നെക്ലസ് മുക്കിക്കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത് മുക്കിക്കളയേണ്ട ഒരു നെക്ലസ് അല്ല, ഇത് നല്ല ഒന്നാം തര യാമണ്ടം വാർത്തയാണ്. അതുകൊണ്ട് ഇത് ജനങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഇത് ഇവിടെ അവതരിപ്പിച്ചതും. നന്ദി, നമസ്കാരം. അപ്പം ശരി.